കുട്ടികൾക്ക് ഭയങ്കര ഐക്യമാണ്. അവർക്ക് കൃത്യമായ കാര്യങ്ങൾ പറയും, മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ അവർക്ക് പ്രവർത്തിക്കാനും പറ്റും. ഈ പറയുന്ന കാര്യങ്ങൾ വെറുതെ ഒരു ഇതല്ല, ഒരുപാട് പഠനങ്ങൾക്ക് ശേഷം അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോ നമ്മളൊരു ഉദാഹരണം മനസ്സിൽ വെച്ച് നോക്കി, കൊച്ചു കുഞ്ഞുങ്ങളോട് നമ്മൾ പലപ്പോഴും കൊഞ്ചി പറയുന്ന വാക്കുകളുണ്ട്. ആ കൊച്ചു കുഞ്ഞുങ്ങള് നമ്മോട് തിരിച്ചും കൊഞ്ചി ആ വർത്തമാനം അതേ രീതിയിൽ പറയും. എന്നാ നമ്മൾ കൃത്യമായ സ്പഷ്ടമായ ഭാഷയിൽ അവരോട് സംസാരിച്ചു നോക്കി, അത് തന്നെ ആ കുട്ടികൾ നമ്മോട് തിരിച്ചിങ്ങോട്ടും പറയും. നിങ്ങൾ ശ്രദ്ധിച്ചോ? അല്ലെങ്കിൽ ഇനിയാണെങ്കിലും എവിടെയെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അറിയാം, മുതിർന്ന ആളുകളോട് സംസാരിക്കുന്ന ഒരു കുട്ടി മാത്രമൊക്കെ ഉള്ള ആളുകൾ ആ കൊച്ച് മറ്റുള്ളവരോട് സംസാരിക്കുന്ന കൊച്ചു കുഞ്ഞാണെങ്കിലും വളരെ നല്ല രീതിയിലാണല്ലോ ഇവർ സംസാരിക്കുന്നതെന്ന് തോന്നുന്നു. അതായത് നമ്മൾ എന്താണോ പഠിപ്പിക്കുന്നത് അത് അത്രയും തന്നെ ഗ്രഹസ്ഥമാക്കാൻ അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് ഇപ്പോഴത്തെ, അതിനുള്ള ഐക്യമുള്ള കുട്ടികളാണ് ഇപ്പോ നമ്മുടെ കൂട്ടത്തില് നമ്മുടെ ഇടയിൽ ഉള്ളത്. അപ്പോ നമുക്ക് ഇത്തരം ഈ മയക്കുമരുന്ന് പോലുള്ള ഭയങ്കര വിനാശകരമായിട്ടുള്ള ഈ ഒരു സാഹചര്യം നമ്മള് ഒരിക്കലും ഈ പറയുന്ന അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, പ്രസിഡന്റ് പറഞ്ഞ ഒരു കാര്യത്തിന് നമ്മൾ ഒരു പോയിന്റ് കൃത്യമായി ഓർക്കണം. നമ്മൾ ആ വ്യക്തിയെ കളയരുത്, അതിനുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. നമ്മളൊരു കുട്ടി അല്ലെങ്കിൽ തെറ്റുപറ്റും, ഞാൻ പറയട്ടെ, ഒരു 21-22 വയസ്സെങ്കിലും പ്രായമാവണം യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് അതിന്റെ തലച്ചോറിന്റെ യഥാർത്ഥ വികാസം വരാൻ. അപ്പൊ 21 വയസ്സെങ്കിലും പ്രായമുള്ളവരെ കൃത്യമായ വികാസം വന്നു എന്നല്ല ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ പറയട്ടെ, നമുക്ക് ഒരു ചൂടുള്ള പാത്രമാണ്, ഇതിൽ തൊടരുത് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ ചൂടിന്റെ അവസ്ഥ എത്രയുണ്ടെന്ന് അറിയാൻ നമ്മൾ ഈ പ്രായത്തിൽ നമ്മളും തൊട്ട് നോക്കും, ഇല്ലേ? അപ്പൊ കൊച്ചുകുട്ടികളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവരെത്രത്തോളം എന്ത് കാര്യത്തിനെ തള്ളണം, എന്ത് കാര്യത്തിനെ കൊള്ളണം എന്ന് കൃത്യമായി അറിയാൻ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ തക്കവണ്ണം പ്രായപൂർത്തി ആയിട്ടില്ല. അപ്പൊ നമ്മൾ അവരോട് എന്താ പറയുന്നത്? അങ്ങനെ അരുതെന്ന് പറയും, അത് ചെയ്യരുത്. നമ്മൾ എപ്പോഴും കുട്ടികളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? അരുതെന്ന് തന്നെയാണ്, അല്ലെ? ചെയ്യരുത്, കാണരുത്, മിണ്ടരുത്, പോകരുത്, തിന്നരുത്, അരുത് 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 അരുത്, അല്ലെ? നമ്മൾ അങ്ങനെയല്ലേ പറയുന്നേ പിള്ളേരോട് മുഴുവനും. ഒരു പരിധിയിൽ കൂടുതൽ ഈ അരുത് എന്ന് പറയുമ്പോ അവർക്ക് അതിനോടൊരു എതിർപ്പായി മാറിക്കൊണ്ടിരിക്കുകയുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അരുത് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അരുതെന്ന് ഞാൻ പറയുന്നത് എന്റെ കുട്ടിയോട് പറയുമ്പോ ആ കുട്ടി മനസ്സിലാക്കിയിരിക്കണം, ഈ അരുതെന്ന് ഞാൻ പറയുന്നതിന് പുറകില് ഒരു കരുതൽ എനിക്ക് ആ കുട്ടിയുടെ മേൽ ഉണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കാൻ ഓരോ അച്ഛനമ്മമാർക്ക് കഴിയണം. ഞാൻ എന്റെ കൊച്ചിനോട് അത് എടുക്കരുത്, അത് കഴിക്കരുതെന്ന് പറഞ്ഞെങ്കിൽ എന്തുകൊണ്ട് കഴിക്കരുത് എന്ന് ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ കൊണ്ട് ഉള്ള ഒരു കടമ അതെനിക്കുണ്ടാവും, ഓരോ അച്ഛനമ്മമാർക്കും ഉണ്ടാവും. എങ്കിൽ മാത്രമേ ആ കുട്ടി എന്തുകൊണ്ടാണ് നമ്മളത് പറയുന്നതെന്ന് മനസ്സിലാക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളെ എതിർക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് ഇവരിലേക്ക് ഉണ്ടായി വരിക. ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മളെ അച്ഛനമ്മമാർ കാണിക്കുന്ന എന്ത് കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അതുപോലെ തന്നെ പ്രവർത്തിക്കാൻ തക്കവണ്ണം അവർക്ക് ഐക്യമുണ്ട്. അപ്പൊ നമ്മൾ അവരോട് ഇന്നത് ചെയ്യരുത്, അങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാ, എന്റെ കൊച്ചു അങ്ങനെ ചെയ്യില്ല, ഇത്തരത്തിലുള്ള ഒരുപാട് ഭാഷകൾ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്, അല്ലെ? നമ്മൾ അതൊക്കെ കേട്ടിട്ടുണ്ട്. സ്കൂളിലാണെങ്കിലും അധ്യാപകൻ വിളിച്ചിട്ട് പറയും, ദാ ഇങ്ങനെ ഒരു കാര്യങ്ങൾ പറഞ്ഞല്ലോ, ആ കൊച്ച് ഇങ്ങനെ ചീത്ത വാക്കുകൾ പറയുന്നത് കേട്ടല്ലോ എന്ന് പറയും. എങ്ങനെയാ ചീത്ത വാക്ക് കേട്ടു? അപ്പൊ കൊച്ചിനെ ഉടനെ അധ്യാപകൻ വിളിക്കുന്നു, എന്നാ മോനെ പറഞ്ഞത്? ശരിയാണ്, ഇത് തന്നെ പറഞ്ഞു. അപ്പൊ അധ്യാപകനോട് നാളെന്ന് പറയും. ഇത് എവിടെന്നാ നീ പഠിച്ചെന്ന് ചോദിക്കുമ്പോ എന്താ പറയും കൊച്ച്? അത് ദൈവം പഠിപ്പിച്ചാന്ന് പറയും. അല്ലെങ്കിൽ ദൈവം പറയുന്ന കേട്ടാ. ദൈവോ? ശരിയല്ലേ? കാണപ്പെടുന്ന ദൈവം ആരാ? അച്ഛനും അമ്മയല്ലേ കാണപ്പെടുന്ന ദൈവം. വീട്ടില് നമ്മൾ ഈ വർത്തമാനം പറഞ്ഞിട്ട് കൊച്ചു കുട്ടിയോട് പുറത്തിറങ്ങി ഈ വർത്തമാനം പറയരുതെന്ന് പറയാൻ പാടുണ്ടോ? അപ്പൊ നമ്മൾ ആദ്യം നന്നാവണം, നമ്മൾ ആദ്യം നല്ല രീതിയിലാവണം. അതെങ്ങനെയാ? നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഈ പഴയ ആളുകൾ പറയുന്നുണ്ട്, ഈ ടാങ്കിൽ ഉള്ളത് ടാപ്പിൽ വരുമെന്ന് കേട്ടിട്ടില്ലേ? ടാങ്കില് പച്ചവെള്ളമാണെങ്കിൽ ടാപ്പ് തുറന്നിട്ട് ഒരു ഗ്ലാസ് പാല് തരട്ടെ എന്ന് പറഞ്ഞാൽ കിട്ടുവോ? അപ്പൊ ടാങ്കിൽ എന്താ വേണ്ടെന്നുള്ളത് തീരുമാനിക്കേണ്ട ആരാ? നമ്മൾ തീരുമാനിക്കണം. എന്നിട്ട് വേണം നമ്മൾ ടാപ്പ് തുറന്ന് അത് എടുക്കാനായിട്ട്. ടാങ്കിൽ എന്ത് വേണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ഓരോ അച്ഛനമ്മമാരും ഓരോ രക്ഷകർത്താക്കളും നമ്മൾ പരമാവധി ഈ കുട്ടികളെ, നമ്മുടെ സ്വന്തം കുട്ടികളെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും അവരെ കേൾക്കാനും തയ്യാറായില്ലെങ്കിൽ മറ്റാരെങ്കിലും കേൾക്കുവോ? ഇല്ല. അപ്പൊ നമ്മൾ എവിടെന്നാ ഈ സാഹചര്യങ്ങൾ, ഞാൻ ആദ്യമേ പറഞ്ഞു, നമുക്ക് സാഹചര്യങ്ങളെയാണ് ഒഴിവാക്കി വിടേണ്ടത്. സാഹചര്യങ്ങളെ എങ്ങനെ ഒഴിവാക്കാം? ഒന്ന്, ആദ്യം ഞാനാവണം
ഏറ്റവും നല്ല ഒരു വ്യക്തി, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു മാതൃകയാവാൻ എനിക്ക് കഴിയണം. എനിക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമാണ് എന്റെ കുടുംബത്തിലേക്ക് ആ മാതൃക അതുപോലെ ആക്കാൻ പറ്റുകയുള്ളൂ. എങ്കിൽ മാത്രമേ എന്റെ കുടുംബത്തിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഇത് തന്നെ വരുവുള്ളൂ, അല്ലെങ്കിൽ പുറത്ത് എനിക്ക് അത് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എന്താ സിഗരറ്റ് വലിച്ച് ബീഡി വലിച്ച് നടക്കുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ ഞാൻ മദ്യപിച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ച് നടക്കുവാണെങ്കിൽ എന്റെ കൊച്ചിനോട്, എന്റെ കുട്ടിയോട്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഇത് പറയാൻ പറ്റുന്നുണ്ടോ? പറ്റുമോ? ഇല്ല. അപ്പൊ ആദ്യം ഞാൻ നന്നാവണം. നമ്മള് നന്നാവുക എന്ന് പറഞ്ഞാൽ ഞാൻ ആ രീതിയിലെങ്കിലും, അതായത് ഓരോ കുട്ടികളും, ഓരോ രക്ഷകർത്താക്കൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഓരോ കുട്ടിക്കും തോന്നുമാറ് നമ്മൾ ഇടപെട്ട് തുടങ്ങണം. ഏറ്റവും നല്ല രീതിയിൽ അച്ഛനമ്മമാർ എന്നുള്ള ഒരു ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഏറ്റവും നല്ലൊരു സുഹൃത്ത് എന്നുള്ള രീതിയിലേക്ക് അച്ഛനും അമ്മയും കടന്നു ചെല്ലണം. അവരുടെ ഓരോ കാര്യങ്ങളും വ്യക്തമായി അറിയാനും മനസ്സിലാക്കാനും കഴിയണം. നമ്മളെ കുട്ടികളെ സ്കൂളിലേക്ക് അയച്ചിട്ട് എത്ര അച്ഛനമ്മമാർ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ സ്കൂളുകളിൽ പോയി കുട്ടികളുടെ കാര്യം അന്വേഷിക്കുന്നവരുണ്ട്? ഒന്ന് കൈവക്കാൻ പറ്റും? ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും. സന്തോഷമുണ്ട്, ഒരു 4-5 പേര് കൈവക്കിയിട്ടുണ്ട്. അപ്പോ 4-5 പേരെങ്കിലും കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അങ്ങനെ വേണം തീർച്ചയായിട്ടും. നമ്മൾ സ്കൂളിൽ ചെന്നിട്ട് എന്താണ് അന്വേഷിക്കുന്നത്? എന്തായിരിക്കും നമ്മൾ അന്വേഷിക്കുന്നത്? എന്തു പറയും? ഇരുന്നു പറയും. പഠിത്തത്തെ കുറിച്ച് അന്വേഷിക്കും. പിന്നെ പങ്കെടുപ്പിക്കാനും ശ്രമിക്കാറുണ്ട്, പങ്കെടുക്കാറുണ്ട്. എല്ലാ സമയം നടക്കുന്ന പിറ്റിഎമ്മിലും കൃത്യമായിട്ട് ഞാൻ ഹസ്ബൻഡും പങ്കെടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞു ചോദിച്ച ചോദ്യം, നമ്മൾ എന്താണ് അന്വേഷിക്കുന്നത് സ്കൂളിൽ? കുട്ടീനെ കുറിച്ചും കുട്ടിയുടെ സുഹൃത്തുക്കളെ കുറിച്ചും ചോദിക്കാറുണ്ട്. ഇപ്പൊ പറഞ്ഞതിലൊരു പോയിന്റ് അതാ ഞാൻ നോക്കിയിരുന്നത്. നമ്മൾ ചെന്നിട്ട് കൂടുതൽ ചോദിക്കുന്നത്, പരമാവധി മാക്സിമം ചോദിക്കുന്നത്, പഠിക്കുന്നുണ്ടോ? അല്ലെ? പഠിക്കുന്നുണ്ടോ? കുസൃതി കാണിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടുകാരുടെ കൂടി ചെറിയ പണികൾ കാണിക്കുന്നുണ്ടോ? അതായത് നമ്മൾ അന്വേഷിക്കുന്ന മുഴുവൻ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പേടിപ്പിക്കണ്ട. മക്കളും കൊച്ചുമക്കളും അപ്പന്മാരൊക്കെ ഇരിക്കുന്നുണ്ടെന്നറിയാം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോങ്ങണ്ണൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്. ആരും ഉദ്ദേശിച്ചല്ല പറയുന്നത്. അതുകൊണ്ട് ആരും ആ കാര്യത്തില് എന്നോട് നീരസമൊന്നും വിചാരിക്കണ്ട. അപ്പൊ ഇത് കോമൺ ആയിട്ട്, ഞാനൊരു 3 കുട്ടിയുടെ അച്ഛനാണ്. എനിക്കും അതേ കാര്യങ്ങളുണ്ട്. ഞാനും കുറെ നാളത്തേക്ക് എനിക്കും ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ പിന്നീട് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത് അന്വേഷിക്കാനും അവിടെ പോയി, അതായത് സ്കൂളിലേക്ക് ചെന്നാൽ എന്റെ കുട്ടിയുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ അവർ കറക്റ്റ് സമയത്ത് സ്കൂളിൽ എത്തിച്ചേരുന്നുണ്ടോ, സ്കൂൾ വിട്ട് ഏത് സമയത്താണ് സ്കൂളിലെ ക്ലാസ് കഴിയുന്നത്, അത് കഴിഞ്ഞ് എത്ര സമയം എടുക്കും എന്റെ കുട്ടി തിരിച്ച് വീട്ടിലെത്താൻ, അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും. പിന്നെ ക്ലാസ്സിൽ ഇരിക്കുന്ന രീതി, പഴയ കാലത്തായിരുന്നെങ്കിൽ ഇത്രയും കാര്യങ്ങൾ മാത്രം അന്വേഷിച്ചാൽ മതി. ഇപ്പോഴത്തെ കാലഘട്ടം എങ്ങനെയാ? പണ്ട് കാലഘട്ടത്തിൽ നമ്മള് ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു 10 രൂപ കൊടുത്തിട്ട് ആ കടയിൽ പോയി ഒരു സാധനം വാങ്ങിയിട്ട് വരാൻ പറയും. പോകുന്നു, അത് പെൺകുട്ടി ആയിക്കോട്ടെ ആൺകുട്ടി ആയിക്കോട്ടെ. പോയി കഴിഞ്ഞ് അവർ വരാൻ വേണ്ടി കുറെ നേരം കഴിഞ്ഞിട്ട് വന്നില്ലെങ്കിൽ പോയി നശൂലം പിടിച്ച സാധനം എവിടെ പോയി കിടക്കാന്നല്ലേ നമ്മൾ അന്വേഷിക്കുള്ളൂ. അല്ലാതെ നമ്മൾ കൂടുതലൊന്നും ചിന്തിക്കാനായിട്ട് നിൽക്കില്ല. ഇപ്പോഴത്തെ സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ കുട്ടിയെ കടയിലേക്ക് വിട്ടിട്ട് 2 മിനിറ്റ് എടുക്കും പോയിട്ട് വരാൻ. എങ്കിൽ 2 മിനിറ്റ് കഴിഞ്ഞ് 3 സെക്കൻഡോടെ ആയി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താ? ആദ്യമാവും, പരവേശമാവും. ഇല്ലേ? നമ്മൾ തിരിച്ച് ചെല്ലുക കടയില്. ഇല്ലേ? എന്തുകൊണ്ടാ? നമ്മുടെ സാഹചര്യം അതായി മാറി. അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ഇപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് സമൂഹം അത്രയും മോശമായി മാറി കഴിഞ്ഞു. ഇപ്പൊ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സ്കൂളിൽ ചെന്ന് അന്വേഷിക്കേണ്ടത് ഞാൻ പറഞ്ഞു ആദ്യം അച്ഛനമ്മമാർ അവരെ മാക്സിമം നല്ല രീതിയിൽ നമ്മൾ അവരെ മനസ്സിലാക്കി, കുട്ടികൾ വരിക അവരോട്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഞങ്ങൾ പാലക്കാട് വെച്ച ഒരു കുട്ടിയെ 14-16 വയസ്സ് കഷ്ടിയെ കണ്ടുണ്ടായിരുന്നു. ആ കുട്ടിയെ പിടിച്ച് വണ്ടിയിൽ കയറ്റി ഞങ്ങളൊരു കേസുമായി ഇടപെട്ട്, കയ്യിൽ കുറച്ച് ഡ്രഗ്സ് ഉണ്ടായിരുന്നതാണ് കൊച്ചിന്റെ കയ്യിൽ. കുട്ടിയുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. അപ്പം ഈ കുട്ടി വണ്ടിയിൽ കയറിയപ്പോ തൊട്ടിരുന്ന് കരച്ചില. അപ്പൊ ഞങ്ങൾ അവരോട് കുറെ കാര്യങ്ങൾ ചോദിച്ചു, എന്താണ് കാര്യങ്ങളാകുന്നൊക്കെ. അപ്പൊ വീട്ടിലുള്ള ആളുകളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ ഈ കുട്ടി കരയാണ്. പിന്നെ അതായത് ആ കുട്ടി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് എന്റെ കാര്യങ്ങൾ പറയാനോ അത് കേൾക്കാനോ എന്റെ വീട്ടിൽ ആരും ഇല്ലത്രേ. പക്ഷെ അച്ഛനും അമ്മയും ഉണ്ട് അവർക്ക്. അപ്പോ ഈ കുട്ടിക്ക് ഉണ്ട്. പക്ഷെ എന്താണ് അവിടെ പറ്റുന്നത്? ഞാൻ ഓരോ കാര്യങ്ങള് ഇപ്പോ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന, സ്കൂൾ വിട്ട് കടന്നു വരുന്ന കുട്ടി, ആ കൊച്ചിനോട് നമ്മൾ ചോദിക്കുന്ന സ്കൂളിലെ കാര്യങ്ങൾ ചോദിക്കുന്നു, മറ്റു വിശേഷങ്ങളെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. ഇനി അവരോട് പഠിക്കാൻ പറയുന്നു, മറ്റു കാര്യങ്ങൾ. നമ്മൾ എപ്പോഴും
നമുക്ക് സമയം എന്ന് പറയുന്ന ഒരു പരിമിതി, ആ സമയം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ഘടകം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. പക്ഷെ സമയം ഉണ്ടായിട്ട് കൂടി നമ്മൾ അത് ചെയ്യാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് മാത്രമായിരിക്കും തെറ്റ്. ഓരോ കുട്ടികളോടും കൃത്യമായി ചോദിക്കണം. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് അവനവന്റെ കുട്ടിയോട് സംസാരിക്കാനും വ്യക്തമായ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും ഉള്ള കഴിവും അതിനുള്ള ഒരു മനസ്സും ഓരോ അച്ഛനമ്മമാർക്കും ഉണ്ടാവണം. അവരുടെ പ്രശ്നങ്ങളിലും അവരുടെ സന്തോഷങ്ങളിലും ഓരോന്നും ഓരോ ദിവസവും എല്ലാ ദിവസവും എന്നോണോ ഈ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ആ കുട്ടിയെ, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഒരച്ഛനാണ് അല്ലെ അമ്മയാണ് എന്ന് ആ കുട്ടി പറയുന്ന തരത്തിൽ ആയി മാറാൻ ഓരോ അച്ഛനും അമ്മയ്ക്കും കഴിയണം. ഇനി ഒരു കുട്ടി, ഒരു കൊച്ചുകുട്ടി, ഒരു കുടുംബത്തിൽ ഉണ്ടായിരുന്ന ഒരു കൊച്ചുകുട്ടിയാണ്. ആ കുട്ടി ഒരു പേപ്പർ എടുത്ത് 2 വര വരച്ചു. ആ വര വരച്ചിട്ട് അത് അതിന്റെ അച്ഛനെ കാണിക്കാനായിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുന്നു, അല്ല റൂമിലേക്ക് ചെല്ലുന്നു. അച്ഛൻ പറയുന്നു, നിങ്ങള് അങ്ങോട്ട് ചെല്ല്, അല്ലെങ്കിൽ നീ അമ്മയെടുത്ത് ചെല്ല്, എനിക്ക് 100 കൂട്ടം പണിയുണ്ടെന്ന് പറയും. അപ്പൊ ശരിയായിരിക്കാം, അയാൾക്ക് എന്തെങ്കിലും എഴുത്തുകുത്തുകളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടാവും. അപ്പൊ ആ തിരക്കിന്റെ ഇടയിൽ ഈ കുട്ടി അമ്മയെ കാണാനായിട്ട് പോകും. അമ്മയെടുത്ത് ചെല്ലുമ്പോ പറയും, നീ ഇങ്ങോട്ട് പൊക്കോ, നീ ഇപ്പൊ ഈ ഏരിയ കണ്ടു കഴിഞ്ഞാൽ നിന്റെ അടിമേടിച്ച് നീ മാറും, അല്ലെങ്കിൽ നിനക്കൊക്കെ വെച്ചുണ്ടാക്കിയിടാറുണ്ട്, എനിക്ക് ഈ 2 കൈയുള്ളൂ അല്ലെങ്കിൽ 2 കാലുള്ളൂ, അങ്ങനെയുള്ള പല വർത്തമാനങ്ങളും പറയും. കൊച്ച് അവിടെ നിന്നും പോകും. അപ്പൊ അടുത്ത ചേട്ടന്റെ അടുത്തായിരിക്കും, ചേച്ചിയുടെ അടുത്തായിരിക്കും ചെല്ലുന്നത്. അവർക്ക് പഠിക്കാനുള്ള കാരണം കൊണ്ട് അവർ ആ തരത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഫലത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ കൊച്ചുകുട്ടിയുടെ അതിന്റെ വാസനയെ അല്ലെങ്കിൽ അതിന്റെ വരയെ അതൊന്ന് കാണാനോ നല്ലതെന്ന് പറയാനോ അത് കേൾക്കാനോ ആ അച്ഛനോ അമ്മയോ അതിന് സമയം കണ്ടെത്തിയിട്ടില്ല. ആ കൊച്ചുകുട്ടിക്ക്, ഒരു കൊച്ചു പ്രായത്തിലുള്ള ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ വേണ്ട എന്തായിരിക്കും? അതിന്റെ സന്തോഷം എന്താ? അതിന് കുറെ പണം എടുത്തു കൊടുത്താൽ മതിയോ? എന്തായിരുന്നു അതിന്റെ സന്തോഷം? ആ വരച്ച വര സ്വന്തം അച്ഛനും അമ്മയും കണ്ടിട്ട് നല്ലതാണ് മോളെ അല്ലെങ്കിൽ നല്ലതാ മോനെ എന്ന് പറയുന്നത് കേൾക്കുക, അത് മാത്രമാണ് അതിന്റെ സന്തോഷം. ആ സന്തോഷത്തിന് എത്ര രൂപ കൊടുത്തിട്ട് നമുക്ക് എത്ര സമയം പിന്നീട് മാറ്റിവെച്ചാലും കിട്ടുമോ? ഇല്ല. അപ്പൊ നമ്മൾ ഇത്തരം കാര്യങ്ങൾ കാണേണ്ട പോലെ കണ്ട് മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ, എന്നിട്ട് വേണം ആ കുട്ടികളോട് അതേ രീതിയിൽ പെരുമാറി ആ കുട്ടിക്ക് അതുപോലൊരു ചാൻസ് അല്ലെങ്കിൽ നമ്മുടെ ഇടയിലേക്കുള്ള ഒരു വാതിൽ, അതായത് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ അല്ലെങ്കിൽ ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ എന്താ, കേൾക്കാനും കൂട്ടാക്കാനും മനസ്സിലാക്കാനും അവനവന്റെ കുടുംബത്തിൽ ആളില്ല അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ആളില്ല എന്ന് മനസ്സിലാകുമ്പോൾ അവൻ പുറത്തേക്ക് സ്കൂളുകളിലേക്ക് ഇറങ്ങും, കൂട്ടുകെട്ടിലേക്ക് വരും, അതിന്റെ പാരമ്യത്തിലേക്ക് പോകും. അപ്പൊ പുറത്തുണ്ടാവും വിദ്യാലയങ്ങളുടെ അല്ലെങ്കിൽ കോളേജുകൾ അങ്ങനെ ഇതര സ്ഥാപനങ്ങളുടെ ഒക്കെ പുറത്ത് ഇതുപോലെ വെൽ ഡ്രസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ വളരെ ഭംഗിയോട് കൂടിയിരിക്കുന്ന ആൺ പെൺ സുഹൃത്തുക്കള് അവരുടെ വലയിൽ വീഴാൻ അല്ലെങ്കിൽ ഒരു ഡ്രഗ് മാഫിയയിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ, ഇതുകളുടെ എല്ലാ കാര്യങ്ങൾക്കും അതിലേക്ക് വന്ന് ചാടാനായിട്ട് ഏറ്റവും കൂടുതൽ അവർക്ക് സാധ്യതകൾ ഏറും. കാരണം എന്താ, സ്വന്തം വീട്ടില് ഇതൊന്നും കേൾക്കാനോ എന്നെ മനസ്സിലാക്കാനോ കാണാനോ അച്ഛനമ്മയോ എന്റെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ എന്റെ കൂടപ്പറപ്പുകളോ ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ സുഹൃത്ത് ബന്ധത്തിലേക്ക് പോയി അല്ലെങ്കിൽ ഇത്തരം വഴിവിട്ട കൂട്ടുകെട്ടിലേക്ക് പോയി. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ എവിടെ ശ്രദ്ധിക്കണം? ആദ്യം ഞാൻ എന്നെ ശ്രദ്ധിച്ച് എന്റെ കുടുംബത്തിലെ മനസ്സിലാക്കി എന്റെ കുട്ടികളെ ഞാൻ ചേർത്ത് വെക്കണം എന്ന് പറഞ്ഞ എല്ലാം അറിഞ്ഞോണ്ടെന്നല്ല, എല്ലാം അവർക്ക് വിട്ടുകൊടുത്ത് ചേർന്നല്ല പറഞ്ഞ്. സ്കൂളിൽ ഇപ്പോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി അധ്യാപകർ വിളിക്കുന്നു, അല്ലെങ്കിൽ നമുക്കറിയാം ഒരു ദിവസം 3 കുട്ടികളെ ഒരു ദിവസം വീട്ടിൽ വെച്ച് നോക്കിക്കൊണ്ടിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല, അതുപോലെ ഒട്ടാക്കി കളയും. അപ്പൊ പിന്നെ 30-40 എണ്ണത്തിനെയൊക്കെ ഒരു ടീച്ചർ, ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും? കുറെ നേരം അവരോട് കുറെ അധികം ഡിസിപ്ലിൻ അതിന് കൊടുക്കും. അവിടെ അനങ്ങരുത്, മിണ്ടരുത്, പറയരുത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും പറയും. പിന്നെ വർത്തമാനം പറയും അല്ലെങ്കിൽ ഒച്ച ഉണ്ടാക്കുക കുസൃതി കാണിക്കുമ്പോ എന്ത് ചെയ്യും? നീ ഇനി നോക്കി നിന്നില്ലെങ്കിൽ എടുത്ത് ഭിത്തിയിൽ എടുത്ത് കളയുന്നു പറയും, തല എടുത്ത് ഭിത്തിയെ അടിക്കുന്നു പറയും. അപ്പൊ നമ്മള് ഓക്കെ, അത് കഴിഞ്ഞു, ആ സ്കൂള് വിട്ടന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അച്ഛൻ പുള്ളിക്കാരന്റെ ഉള്ളിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഉടനെ എന്നാ മക്കളോട് 2 വാക്ക് ചോദിച്ചേക്കാം എന്ന് ഓർത്തുകൊണ്ട് എന്നാ ഇന്ന് എന്നാ സ്കൂളിലുണ്ടായേ അല്ലെങ്കിൽ സ്കൂളിൽ എന്തൊക്കെയുണ്ട് വിശേഷം. ഉടനെ കൊച്ചിങ്ങനെ എന്നാ പറയണ, ടീച്ചർ എന്റെ തലയെടുത്ത് ഭിത്തിയിൽ അടിക്കുന്നു പറഞ്ഞു. ഇത് ഭിത്തിയിൽ അടിക്കാൻ വേണ്ടി പറയുന്നതാണോ ആ ടീച്ചർ? ആണോ? അല്ല, അതവിടെ ആ അടങ്ങി ഒതുങ്ങി അല്ലെങ്കിൽ ആ അവരുടെ പഠിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ പല സ്ഥലങ്ങളിലും സ്കൂളുകളിൽ വിടുമ്പോഴും സ്കൂളുകളിലേക്ക് പോകുമ്പോഴും കുട്ടികൾ റോഡിൽ ഇറങ്ങി എന്ന് വെച്ചിട്ട് കൈ കാണിക്കുന്ന കണ്ടിട്ടുണ്ടോ? യാതൊരു പരിചയവും ഇല്ലാത്ത ആളുകളുടെ
കൂടുതൽ വണ്ടിയിലും ബൈക്കിലും കാറിലും ഒക്കെ കയറി പോവുക. എന്ത് വിശ്വസിച്ചാണ് ഇവർ ഒരു വണ്ടിയിൽ കയറി പോകുന്നത്? കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ എന്റെ വണ്ടിക്കൊക്കെ കൈ കാണിക്കാൻ കണ്ടിട്ടുണ്ട്, ഒരുപാടിടത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഇതാണ്, കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ മാൻ മിസ്സിംഗ് കേസുകൾ സാറിന് അറിയായിരിക്കും, എത്രയോ മാൻ മിസ്സിംഗ് കേസുകളാണ്. മാൻ മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ, ചെറുപ്രായത്തിലുള്ള കൊച്ചുകുട്ടികള് മിസ്സിംഗ് കേസുകൾ എന്തൂരം വരുന്നത്. ഓർഗൻ എടുത്തോണ്ട് പോകുന്നു, എവിടെ ഒന്ന് അങ്ങോട്ട് പോയിട്ട് ഒരു ക്യാമറ ഇല്ലാത്തടത്ത് വെച്ചിട്ട് ഒരു സ്പ്രേ എടുത്ത് അടിച്ചാൽ തീരാവുന്ന കേസല്ലേ ഉള്ളൂ. നമ്മൾ എത്ര ബലമുള്ളവരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ പിന്നെ കുട്ടികളുടെ കാര്യം പറയണോ? ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട്, പ്രായമോ കാര്യങ്ങളോ ഒന്നും നോക്കുന്നില്ല. അല്ലെങ്കിൽ മറ്റേ ഓർണമെന്റ്സ് അഴിച്ചുകൊണ്ട് പോകുന്നു, ഓർഗൻ എടുക്കുന്നു, അങ്ങനെ എന്തുമാത്രം മിസ്സിംഗ് കേസുകൾ വരുന്നുണ്ട്. അറിഞ്ഞും അറിയാതെ ഉള്ളത് റിപ്പോർട്ട് ചെയ്യുന്നതും രജിസ്റ്റർ ചെയ്യുന്നതുമായിട്ടുള്ള കേസുകൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതിനേക്കാൾ കൂടുതലായിരിക്കും അതൊന്നും പുറത്തു വരാത്ത കേസുകൾ. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഇത്തരം നിസ്സാര കാര്യങ്ങൾ മക്കളോട് ഉറപ്പായിട്ടും പറയേണ്ട കാര്യങ്ങളാണ്. ഒരിക്കലും അപരിചിതരായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ വാഹനത്തിൽ കയറി പോകാൻ നോക്കരുത്. പരമാവധി ആ കാര്യങ്ങൾ ഒഴിവാക്കണം. വണ്ടിയിലെ കാറിലൊക്കെ കയറി പോകുന്ന കണ്ടിട്ടുണ്ട്. ഇവരെ അത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് തിരിച്ച് അല്ലെങ്കിൽ ഒന്ന് ഒരു ക്ലോറോഫോം മണപ്പിച്ച് പോയാ പോയി. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ നോറ്റ് വളർത്തിക്കൊണ്ട് വന്നിട്ട് അവസാനം നമ്മൾ ഒന്ന് കണ്ണ് പറഞ്ഞപ്പോ പോയി. ഇത്രയേ ഉള്ളൂ. അപ്പൊ ശ്രദ്ധിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും പറഞ്ഞു കൊടുക്കേണ്ടതുമായ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ നമുക്കും കഴിയണം. യാതൊരു കാര്യത്തിലും അതിലൊന്നും വിട്ടുവീഴ്ച കാണിക്കരുത്. ഇന്നലെ വരെ ഉണ്ടായിരുന്ന കാര്യങ്ങളിൽ ഇന്ന് നമ്മൾ അറിയുന്ന കാര്യങ്ങൾ അപ്പോ അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. ഞാൻ പറഞ്ഞു, അധ്യാപകര് കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, ആ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാക്സിമം അവനവന്റെ കുടുംബത്തിൽ വന്ന് ഇപ്പൊ ഈ കുറച്ച് നാളുകളായിട്ട് കണ്ടേക്കുന്ന മൊബൈൽ ഫോണിലുള്ള ഒരു മൊബൈൽ മാനേജ്. പണ്ടാണെങ്കിൽ നമ്മൾ മൊബൈൽ കൊടുക്കരുതെന്ന് പറയായിരുന്നു. അത് കഴിഞ്ഞ് ഓൺലൈൻ ക്ലാസ്സുകൾ വന്നു വന്നു കഴിഞ്ഞപ്പോ ഇങ്ങനെയായി, മൊബൈൽ നമ്മൾ കൊടുത്തേ പറ്റൂ എന്നുള്ള അവസ്ഥയിലായി. ഇപ്പൊ ഒന്നും പറ്റില്ലാത്ത അവസ്ഥയായി. ഇപ്പൊ പിള്ളേർക്ക് മാക്സിമം ഇതിനകത്ത് ഉപയോഗിച്ചാലേ പറ്റുള്ളൂ. എന്തൊരു പിള്ളേരുടെ കാര്യം, നമ്മുടെ ചൂണ്ടുവരലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എല്ലാവരെയും തേഞ്ഞിരിക്കുന്നത്. ഇതല്ലാതെ വേറെ പണിയില്ലല്ലോ. അപ്പൊ ഇതാണ്. അപ്പൊ നമുക്ക് അത് ചെയ്തേ പറ്റുള്ളൂ. ശരിയാ, ഈ കാര്യത്തിന്റെ പുറകെ നടന്നേ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കുട്ടികളെ നോക്കാൻ സമയമില്ല എന്ന് നമ്മൾ എപ്പോഴും കാണുന്നത്. ശരിയാ, സമയം കുറച്ച് കാണില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സമയത്തിന്റെ പുറകെ പോകുന്നു, കുറച്ച് പണം ഉണ്ടാക്കാൻ പോകുന്നു. കുട്ടികൾക്കാണെങ്കിലും എത്രത്തോളം നമുക്ക് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ കുട്ടികൾക്ക് കൊടുത്തായിരിക്കും. പക്ഷെ എന്തിനു കൊടുത്തു, അല്ലെങ്കിൽ എന്താണ് അവർ ആ ക്യാഷ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ആ പണം കൊടുത്തിട്ട് അല്ലെങ്കിൽ അത് ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ട് ആ കുട്ടിയുടെ അടുത്ത് റിസൾട്ട് എന്താണെന്ന് കൂടി നമുക്ക് മനസ്സിലാവണം. അല്ലെങ്കിൽ എന്താണ് അവൻ ചെയ്തിരിക്കുന്നത്. നമ്മള് ഇപ്പൊ പഴയ പോലെ പണ്ട് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഒരു പ്രായം കഴിഞ്ഞിട്ട് ജോലിക്ക് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇപ്പൊ കൊച്ചു കുട്ടികളായിരിക്കുമ്പോ തൊട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കുന്നുണ്ട്. ശരിയാ, നല്ല കാര്യം തന്നെ. പക്ഷെ സമ്പാദിക്കുന്ന കൃത്യമായ രീതിയിലും കൃത്യമായ കാര്യത്തിലുമാണോ എന്ന് എത്ര അച്ഛനമ്മമാരിവിടെ അന്വേഷിക്കുന്നുണ്ട്. ഒരു കുട്ടി, എന്റെ കുട്ടിയുടെ കയ്യിൽ ഇത്ര രൂപ കാണണോ, അതെങ്ങനെ കണ്ടു, ഇതെങ്ങനെ കിട്ടി എന്ന് നമ്മൾ എത്ര പേര് ചോദിക്കാറുണ്ട്. നമ്മൾ മിടുക്കായിട്ട് കാണുകയാണ്. സമ്പാദിച്ചിട്ടുണ്ട്, കുറെ കാശ് കയ്യിലുണ്ട്, അവന്റെ കാര്യങ്ങൾക്ക് അവൻ എങ്ങനെയെങ്കിലും ഒക്കെ ഉണ്ടാകും. എങ്ങനെയെങ്കിലും ഒക്കെ ഉണ്ടാവും. എങ്ങനെയാ ഉണ്ടാക്കുന്നത്? ഇത്തരം കാര്യങ്ങളിലൂടെയാണ്. പണ്ട് മദ്യപിച്ച് വരുന്ന എന്ന് പറയുന്നത് ഒരു ഭയങ്കര വലിയ പ്രശ്നങ്ങളായിരുന്നു. ഒരു ഗ്ലാസ് കള്ളു കുടിക്കുക അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര. ഇപ്പൊ ആ കാലമൊക്കെ പോയില്ലേ. ഇപ്പോ ന്യൂ ജെൻ ഡ്രഗ്സ് മാത്രം. ഏതാ ഈ നഖത്തിന്റെ ഇടയ്ക്ക് വരെ വെച്ച് കൊണ്ടുപോയി കിടക്കാൻ പറ്റുന്ന ഡ്രഗ്സുകളാണ്. പല രീതിയിലും ഒളിപ്പിച്ച് കടത്താനും ഒളിപ്പിച്ച് കൊണ്ടു കിടക്കാനും സൂക്ഷിച്ചു വെക്കാനും പറ്റുന്ന വളരെ മൈന്യൂട്ടായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന മയക്കുമരുന്നുകൾ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് നമ്മൾ ആരോടും, പ്രത്യേകിച്ച് പോലീസ് ഇടപെടണം, അല്ലെങ്കിൽ എക്സൈസ് ഇടപെടാൻ തയ്യാറാണ്. പോലീസും എക്സൈസും ഇടപെടാൻ തയ്യാറാണ്. പക്ഷെ ഇത് കൃത്യമായ രീതിയിൽ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കാണുന്ന കൂട്ടായ്മ വേണം. ഈ കാണുന്ന കൂട്ടായ്മയാണ് അതിന് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഇപ്പോ നിങ്ങൾ കാണുന്ന ഇവിടുന്ന് ഒരാവശ്യമില്ലാത്ത അല്ലെങ്കിൽ അപരിചിതരായിട്ടുള്ള ആൾക്കാർ ഇങ്ങോട്ട് കയറുമ്പോ നിങ്ങൾ ആര് പറഞ്ഞാലും അവർ കേൾക്കും. ഈ കൂട്ടായ്മ, യൂണിറ്റി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നീ പോടാവുള്ളതെന്ന് പറയും, അല്ലേ? അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. കൂട്ടായ്മയുടെ ബലം തന്നെയാണ്, യൂണിറ്റിയാണ് നമ്മുടെ സ്ട്രെങ്ത്. നമ്മൾ പണ്ടും പഠിച്ചിട്ടുള്ളതാണ്. ആ കാര്യം തന്നെയാണ് യഥാർത്ഥത്തിൽ. ഈ അധികമായിട്ട് ഒരു കുറച്ച് കാര്യങ്ങൾ, കുറെ അധികം കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. ഒരു ചെറിയ ഡ്യൂട്ടിയുടെ ആവശ്യമുള്ളത് കൊണ്ട്
ഒന്ന് പോകേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങളിലേക്ക് ഞാൻ ഇനി പറയാനായിട്ട് നിൽക്കുന്നില്ല, കാരണം സമയം ഇച്ചിരി കടന്നുപോയി. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യം ഒന്നുകൂടി പറഞ്ഞു വെക്കാം. നമ്മൾ ഓരോ കാര്യങ്ങളിലും നമ്മൾ അരുതെന്ന് നമ്മുടെ കുട്ടികളുടെ അടുത്തും നമുക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ അടുത്തും നമ്മൾ പറയും. ആ അരുതെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് പുറകിലുള്ള കരുതൽ എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് വേണം നമ്മളത് പറയാനായിട്ട്. അവനവന്റെ കുട്ടികളെ അവനവൻ സ്നേഹിക്കുന്ന പോലെ മറ്റാരും സ്നേഹിക്കത്തില്ല. തിരിച്ചറിയേണ്ടതും അവരവർ തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിലും നമുക്ക് ശ്രദ്ധയുണ്ടാവണം. അതുപോലെ ഈ ഇപ്പൊ ഞാൻ വേറൊരു കാര്യം ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഈ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് നിങ്ങൾക്ക് ഒരു സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഗ്രൂപ്പിംഗ് കൂടുന്നതായിട്ടൊക്കെ അറിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കാം. ഞങ്ങളും പോലീസും അതിന് സന്നദ്ധരാണ്. ആ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ഒപ്പം നിന്ന് വർക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ സന്നദ്ധരാണ്. അതുകൊണ്ട് ഈ കൂട്ടായ്മയ്ക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇളയ വാക്കുകൾ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. പോലീസ് നിങ്ങളുടെ മിത്രമാണോ ശത്രുവാണോ? ആരെങ്കിലും പറയാമോ? മിത്രമാണോ? ഞാൻ കൃഷ്ണ ഒരു കാര്യങ്ങൾ എനിക്കൊരു 5 മിനിറ്റ് മിത്രമാണോ ശത്രുവാണോ? മിത്രമാണ്. കുറെ പേർക്ക് ശത്രുക്കളില്ലേ? ശത്രുവില്ലേ? അല്ലേ? നിങ്ങളുടെ ഓരോ ചെറിയ കാര്യങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലുണ്ടാവുന്ന എന്ത് പ്രശ്നങ്ങൾക്കും പരിഹാരം നിങ്ങൾ ആദ്യം വിളിക്കുന്ന ആരെയായിരിക്കും? പോലീസിനെ വിളിക്കണം. അത് എന്ത് കാര്യമാണ്. നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന അച്ഛൻ കള്ളുപിടിച്ചിട്ട് വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇറങ്ങി മോളെ മക്കൾ വിളിക്കുന്ന ആദ്യം പോലീസിനെ വിളിക്കും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കാണാതെ പോയ പോലീസിനെ വിളിക്കും. നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും ആത്മഹത്യ ചെയ്യുക പോലീസിനെ വിളിക്കും. പിന്നെ ഒരു അടിപിടി ഉണ്ടായ പോലീസിനെ വിളിക്കും. വണ്ടി ആക്സിഡന്റ് ഉണ്ടായ പോലീസിനെ വിളിക്കും. എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ആദ്യം വിളിക്കുന്നത് പോലീസായിരിക്കും. പിന്നെ പോലീസ് ശത്രുവാണ് എപ്പോഴാ? ഹെൽമെറ്റ് വയ്ക്കാതെ വണ്ടി പിടിച്ചു പോകുമ്പോൾ ഞാൻ പിടിക്കുമ്പോ ഒരു 500 രൂപ ചെയ്ത് തരും. അപ്പൊ അവൻ ശത്രുവായി അല്ലേ? അല്ലെങ്കിൽ ഇൻഷുറൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോൾ നമ്മൾ പിടിക്കുമ്പോൾ അവൻ 2000 രൂപ കൊടുക്കും, ശത്രുവായി. പിന്നെ കള്ളു പിടിച്ചിട്ട് പോകുമ്പോൾ നമ്മൾ അവനെ ഒരു കേസ് എടുത്ത് കഴിയുമ്പോൾ ശത്രുവായി. ഇല്ലെങ്കിൽ പരാതി തന്നു കഴിയുമ്പോൾ പരാതിക്കാരന്റെ കൂടെ നിൽക്കാതെ നമ്മൾ പരാതി സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാര്യങ്ങൾ ചോദിച്ചു പറയുമ്പോൾ ചിലപ്പോൾ പരാതിക്കാരനായിരിക്കും ഏറ്റവും വലിയ പ്രശ്നക്കാരൻ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എതിർകക്ഷിയോട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. അപ്പൊ എന്ത് പരാതി? ഞാൻ പരാതി എന്നിട്ട് എനിക്ക് നീതി കിട്ടിയില്ല. നീതി കൊടുക്കാൻ പറ്റുമോ? വീട്ടിലെ അപ്പൻ കിടന്ന് വെള്ളം ഉണ്ടാക്കി മക്കളെ കിടത്തി കൊടുക്കില്ല. അത് കഴിഞ്ഞ ശേഷം അപ്പം തന്നെ പരാതി കൊണ്ടുവരും. എനിക്ക് അഞ്ഞുവരില്ല അതുമില്ല എന്നൊക്കെ പറഞ്ഞ് പരാതി കൊണ്ടുവരും. അപ്പൊ നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ അപ്പൻ്റെ കയ്യിലായിരിക്കും ഏറ്റവും വലിയ കുഴപ്പം. കാര്യം അദ്ദേഹം ഒരു സീനിയർ സിറ്റിസൺ ആയിരിക്കും, വീട്ടിലെ ആളായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ആ മകന്റെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളതിന്റെ സോഴ്സ് കണ്ടെത്തി നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ പറയും. ഒന്നല്ലേ ആരും മാറിപ്പോകാൻ പറ്റും. അപ്പൊ ആര് ശത്രുവായി? പോലീസ് ശത്രുവായി അതല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന പോലീസാണ്. അപ്പൊ പോലീസ് എപ്പോഴും ഓരോ പ്രശ്നങ്ങൾ. എന്നാൽ ഈ പോലീസ് 1 മണിക്കൂർ നേരത്തേക്ക് ഈ സമൂഹത്തിൽ ഇല്ലാതെ വന്ന ആൾക്ക് അവസ്ഥ ആലോചിക്കും. പോലീസും എക്സൈസും ഇല്ല. ഒരു 26 മണിക്കൂർ നേരത്തേക്ക് ഞങ്ങൾ പണി മുടക്കുക. ഞങ്ങൾ പരിപാടി നിർത്തി. പെട്രോളിങ്ങും ഇല്ല. സ്റ്റേഷനിലേക്ക് ആരും വരണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് പുറത്തിറങ്ങി കിടക്കാൻ പറ്റുമോ? ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പണ്ടത്തെ ഓരോ കാര്യങ്ങൾ എടുത്ത് കാണിക്കുമ്പോ പോലീസ് ഇടിക്കുന്ന സീനൊക്കെ കാണിക്കണം. ടിവിയിലെ വന്യ ഇടിമിട്ട് കൊടുക്കണ. ഞാൻ പറഞ്ഞ എല്ലാ പോലീസുകാരും അതുപോലെയല്ല. എല്ലാവരും അതുപോലെ ഇടിയും കൊടുക്കണവരല്ല. നിങ്ങൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ രാമംഗലം ഞാൻ രാമംഗലത്താണ് പറയുന്നത്. രാമംഗലം പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ട് ഇടി വല്ലതും കിട്ടിയിട്ടുണ്ടോ? രാമംഗലത്തൊന്നും ആരും ഇരിക്കണമില്ല, ഇടി കൊടുക്കണവരില്ല. അപ്പൊ എല്ലാവരും നല്ലവര് തന്നെയാണ്. പക്ഷെ ഇടി കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് ഇടി കൊടുക്കുവോ? ഇപ്പൊ ഇടിക്കില്ല ഞങ്ങളാരും. പണ്ടൊക്കെ ഞാനൊക്കെ 93 സർവീസിൽ കയറിയതാണ്. അന്നൊക്കെ ഒരുപാട് ഇടി കൊടുക്കുന്ന പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ഈ കാലഘട്ടത്തിലേക്ക് വന്നപ്പോ പോലീസ് ഇടിക്കുന്ന പോലീസൊന്നുമില്ല. എല്ലാവരും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പേപ്പർ ജയിലിൽ വിടേണ്ടവരെയാണ് ജയിലിൽ വിടുക, ഉപദേശിക്കേണ്ടവരെയാണ് ഉപദേശിക്കുക. ഈ ഒരു കാര്യം മാത്രമാണ് ഇപ്പൊ ചെയ്യുന്നത്. ആർക്കും വേണ്ടി പുരുഷനിൽ എപ്പോഴും വരാം. തുറന്നാ പിന്നെ അടയ്ക്കാത്തൊരു സ്ഥാപനം ഉണ്ടെങ്കിൽ എന്താ ഉള്ളൂ? ഉദ്ഘാടനം കഴിഞ്ഞ് മന്ത്രി ഒന്ന് ഉദ്ഘാടനം കഴിഞ്ഞാൽ പിന്നെ അടയ്ക്കാത്തൊരു സ്ഥാപനം ഉണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷൻ. ആ ഗേറ്റ് ഒരിക്കലും അടയ്ക്കില്ല. എപ്പോഴും അവിടെ ആളുകൾ. വയർലെസ് സെറ്റ് ഉണ്ടാവും, ഫോൺ വർക്കിംഗ് ആയിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ എൻ്റെ നമ്പർ കിട്ടും, സിയുടെ നമ്പർ കിട്ടും. ഇല്ലെങ്കിൽ ഒന്നും അല്ലെങ്കിൽ നിങ്ങൾ 112ലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആരോ കൺട്രോൾ റൂമിൽ കിട്ടും. നിങ്ങൾ എന്ത് അടിയന്തര സാഹചര്യത്തിൽ എന്ത് കാര്യത്തിന് വന്നാലും ഫോൺ നമ്പറൊക്കെ എല്ലാ പിള്ളേർക്കും അറിയായിരിക്കും. എല്ലാ ക്ലാസ് എടുക്കുമ്പോൾ സ്കൂളുകളിലൊക്കെ പറഞ്ഞു കൊടുക്കുന്ന നമ്പർ 112 എന്ന് പറഞ്ഞ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ എവിടെ കിട്ടും? ആലുവ കൺട്രോൾ റൂമിൽ കിട്ടും. അപ്പം തന്നെ ഞങ്ങൾക്ക് രാമംഗലത്തേക്കോ ഏത് സ്റ്റേഷൻ കൺസൾട്ട് സ്റ്റേഷനിലേക്ക് അപ്പം തന്നെ അറിയാം. അപ്പം സ്ത്രീകൾക്ക് അതുപോലെ അനുസരിച്ചുള്ള നമ്പറുകളുണ്ട്.
എല്ലാ കാര്യങ്ങൾക്കും പോലീസ് നിങ്ങളുടെ ഒപ്പമുണ്ട്. അപ്പൊ ഞാൻ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. അപ്പൊ ശത്രുവാവുന്ന പോലീസുണ്ട്, മിത്രമാവുന്ന പോലീസുണ്ട് അല്ലേ? പിന്നെ കുട്ടികളെ വളർത്തുന്ന കാര്യങ്ങളും മയക്കുമരുന്നിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ എക്സസൈസ് ചെയ്യുന്ന എന്നെക്കാളും കൂടുതൽ അറിവും കാര്യങ്ങളുള്ള ആൾക്കാർക്ക് സംസാരിച്ചു. അതെല്ലാവരും പ്രായവർത്തിയാക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.